Hello dears, welcome back to Xylem Learning. Niyamas ആണ്. മക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഓരോ ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്റർ വൈസ് ആണ് പറയുന്നത്. മാക്രോ എക്കണോമിക്സിലെ 6 ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് ആണ്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള, ചോദിച്ച് കണ്ടിട്ടുള്ള, ഇമ്പോർട്ടന്റ്ലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് MCQs ആണ്. നമുക്ക് നോക്കാം. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 അഫക്റ്റഡ് ഇൻ ദ കൺട്രീസ് ഓഫ് യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. നമുക്കറിയാം, യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലാണ് അത് അഫക്ട് ചെയ്തത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ഔട്ട്കം ഓഫ് ദി ഡിപ്രഷൻ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മലയാളം കൂടെ ഇല്ലേ, മലയാളം വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക. അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അത് മനസ്സിലായില്ല, ആലോചിച്ചിട്ട് 10 മിനിറ്റ് അവിടെ ഇരിക്കും. മലയാളം വായിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ എന്ത് അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗ്രേറ്റ് ഡിപ്രഷൻ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഗ്രേറ്റ് ഡിപ്രഷന്റെ ഔട്ട്കം, റിസൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്രീസ് ഇൻ GDP ഗ്രോത്ത് റേറ്റ് ആണോ? മഹാസാമ്പത്തിക മാന്ദ്യമാണ്. എവിടെ ഗ്രോത്ത് ഉണ്ടാവാൻ? ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് റേറ്റ് അല്ല, ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അത് കറക്റ്റ് ആണ്. അടുത്ത ഓപ്ഷൻ വായിച്ചു നോക്കിക്കാം. ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. എന്താ ആൻസർ വരിക? ആൻസർ സി ആണ്. ഇൻക്രീസിങ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. തൊഴിലില്ലായ്മയാണ് കൂടിയത്, ബാക്കിയൊന്നും അവിടെ കൂടിയിട്ടില്ല. അടുത്തത് ഐഡന്റിഫൈ ദ ടോപ്പിക് ഓഫ് മാക്രോ എക്കണോമിക്സ് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്നും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അതുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ അല്ല, മാർക്കറ്റ് പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി അല്ല, പ്രൈസിങ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ല. എന്താ? ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാനം നിർണ്ണയിക്കൽ എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അത് മൈക്രോ എക്കണോമിക്സുമായിട്ട് ബന്ധമില്ല. അപ്പം മാക്രോ എക്കണോമിക്സ് കണ്ടുപിടിച്ച് ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. അടുത്തത് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. സപ്ലൈ അതിൻ്റെതായിട്ടുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഹൂ കോയിൻഡ് ദിസ് ലോ? ഈ നിയമം മുന്നോട്ട് വെച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ JB സേ ആണ്. JB സേ ആണ് പറയുന്നത് സപ്ലൈ എന്ത് ചെയ്യും? അതിൻ്റെതായിട്ടുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തോളും അല്ലേ, അവിടെ ഓവർ പ്രൊഡക്ഷൻ എന്നൊരു സാധനം ഉണ്ടാകില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് JB സേ ആണ്. അടുത്ത ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ വാസ് കോയിൻഡ് ബൈ. മൈക്രോ എന്നും മാക്രോ എന്നുള്ള 2 വാക്കുകൾ കോയിൻ ചെയ്തത്, ആ കൺസെപ്റ്റ് കോയിൻ ചെയ്തത് ആരാണ്? റാഗ്നർ ഫ്രിഷ് ആണ്. മക്കളെ മറന്നു പോകരുത്, D ആണ് ആൻസർ. അടുത്ത ചോദ്യം, മാക്രോ എക്കണോമിക്സ് എമേർജ്ഡ് ആസ് എ സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് JM കെയ്ൻസ് സെലിബ്രേറ്റഡ് ബുക്ക്. അതായത് മാക്രോ എക്കണോമിക്സ് ഒരു സെപ്പറേറ്റഡ് ബ്രാഞ്ച് ആയിട്ട് വന്നത് ആരോ ഒരാൾ, അയാൾ JM കെയ്ൻസ് ആണ്. അദ്ദേഹം ഏത് ബുക്ക് പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ്? ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അത് വന്ന വർഷം 1936 ആണ്. അത് പബ്ലിഷ് ചെയ്തത് JM കെയ്ൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ഇതേപോലും ചോദിക്കാം. ദ ബുക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി വാസ് പബ്ലിഷ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞ ബുക്ക് പ്രസിദ്ധീകരിച്ചത്? ഏത് വർഷമാണ്? 1936 ആണ്. അത് എഴുതിയ ആളുടെ പേര് ചോദിക്കുക. അപ്പൊ ഈ ബുക്കിനെ സംബന്ധിച്ച് 3 ചോദ്യങ്ങൾ ഉറപ്പാണ്. JM കെയ്ൻസ് എഴുതിയ ബുക്കിന്റെ പേര്, ബുക്ക് വന്ന വർഷം, ബുക്ക് എഴുതിയത് ആരാണ്, അങ്ങനെ 3 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വളരെ സിമ്പിൾ ആണ്. ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ. ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1930s എന്ന് പറയാം. മഹാസാമ്പത്തിക മാന്ദ്യം 1930 ഉണ്ടായതെങ്കിലും സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ 1929 എന്ത് സ്റ്റാർട്ട് ചെയ്തത്? മഹാസാമ്പത്തിക മാന്ദ്യം അഥവാ ഗ്രേറ്റ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹു ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്. മോഡേൺ മാക്രോ എക്കണോമിക്സിന്റെ പിതാവെന്ന് പറയുന്നത് അത് JM കെയ്ൻസ് ആണ്. ഇനി മോഡേൺ എക്കണോമിക്സ് ആണെങ്കിലോ അത് ആഡം സ്മിത്ത് ആണ്. മോഡേൺ എക്കണോമിക്സ് ആയാലും ആഡം സ്മിത്ത് ആണ്. മോഡേൺ മാക്രോ എക്കണോമിക്സ് ആയാലും അത് നമ്മുടെ JM കെയ്ൻസ് ആണ്. വളരെ സിമ്പിൾ ആണ്. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് among the following variable has increased during the great depression of 1929? 1929 മഹാസാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയത്ത് താഴെ പറയുന്ന ഏത് ചരമാണ് എന്ത് ചെയ്തത്? ഇൻക്രീസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇൻക്രീസ് ചെയ്തത്? നമുക്കറിയാം, പ്രൊഡക്ഷനോ ഡിമാൻഡോ എക്കണോമിക് ഗ്രോത്തോ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ കൂടിയത് അൺഎംപ്ലോയ്മെന്റ് ആണ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ തൊഴിലില്ലായ്മയാണ് ഏറ്റവും കൂടുതൽ കൂടിയത്. അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ദേശീയ വരുമാനം കണക്കാക്കൽ. ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചോദ്യം, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയാ കണ്ടുപിടിക്കുക?
GDP at factor cost plus net indirect tax, GDP at factor cost minus net indirect tax, GDP at factor cost plus subsidy, GDP at factor cost minus depreciation. ശ്രദ്ധിക്കുക, GDP MP കണ്ടുപിടിക്കുന്നത്. GDP MP കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്കിവിടെ ഓപ്ഷനിലുള്ളത് ആകെ കറക്റ്റ് GDP FCയുടെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുന്നതാണ്. ബാക്കിയൊക്കെ തെറ്റാണ്. കാരണം എഫ്സിനെ MP ആക്കണമെങ്കിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യണം. വേറെ ഒന്നും ഇവിടെ മാറുന്നില്ല. ഇപ്പുറത്തും GDP ആണ്, ഇപ്പുറത്തും GDP ആണ്. അപ്പം ആൻസർ A ആണ്. അപ്പം എഴുതി നോക്കിയിട്ട് ഇങ്ങനത്തെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം, നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ഈസ്. ഇന്ത്യയിലെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് മക്കളെ, ഇന്ത്യയിൽ നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ റെഫർ ചെയ്യുന്നത് ഏത് ഐഡന്റിറ്റീനെയാണ്? അത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്, അതായത് NNP-FC ആണ്. അപ്പം ഇന്ത്യയിലെ നാഷണൽ ഇൻകത്തെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അത് GDP-FCയോ GDP-MPയോ NDP-MPയോ ഒന്നുമല്ല, അത് NNP-FC ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത്, ദ സ്റ്റീൽ ഷീറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓട്ടോമൊബൈൽസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ. ഓട്ടോമൊബൈൽ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഷീറ്റ്. അപ്പം ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യാണ് സ്റ്റീൽ ഷീറ്റ്. അത് എന്ത് പ്രൊഡക്റ്റ് ആണ്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡിപ്രീസിയേഷൻ. ജിയിൽ നിന്നും ഡിപ്രീസിയേഷൻ പോയാൽ കിട്ടുന്നത് നെറ്റ് ആണ്. അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ആൻസർ. സിമ്പിൾ ചോദ്യങ്ങൾ. ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ഇറ്റ്സ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അതായത് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് അത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് വാങ്ങുന്ന ആ ഒരു പ്രവൃത്തിനെ വിളിക്കുന്ന പേരെന്താണ്? അല്ലെങ്കിൽ ആ ഗുഡ്സ് എന്താണ്? അത് കൺസ്യൂമർ ഗുഡ്സ് ആണ് അല്ലേ? നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ഗുഡ്സ്. ഇപ്പം നമ്മളൊരു ഡ്രസ്സ് വാങ്ങി ഇടുന്നു, ഒരു ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്നു, ജ്യൂസ് വാങ്ങി കുടിക്കുന്നു, അങ്ങനെയാണെങ്കിൽ അത് കൺസ്യൂമർ ഗുഡ്സ് ആണ്. അടുത്ത ചോദ്യം, ദ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP. നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള റേഷ്യോ, അനുപാതം എന്ന് പറയുന്നത് അത് GDP ഡിഫ്ലേറ്റർ ആണ്. C ആണ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം അങ്ങനെ രീതിയിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾ വായിച്ചിട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞ പോലെ മലയാളം വായിച്ച് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ടെൻഷൻ ആവണ്ട. 1 മാർക്കിൻ്റെ ചോദ്യം ആദ്യം വായിച്ച് നോക്കി ടെൻഷൻ അടിക്കാതെ അത് അവസാനത്തേക്ക് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. എല്ലാമല്ല, അറിയാത്ത ചോദ്യങ്ങൾ. ഇനി 10 ചോദ്യം കൊണ്ട് 8 എഴുതിയാൽ മതി എന്ന് പറയുമെങ്കിലും 10 അറ്റൻഡ് ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് മോഡൽ എക്സാമിന് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 8 എഴുതി മിസ്, ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, 2 കൂടെ എക്സ്ട്രാ അറ്റംപ്റ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഞാൻ 8 എഴുതിയിൽ 2 തെറ്റുണ്ടായിരുന്നു, അഡീഷണൽ എഴുതി 2 ശരിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ മാർക്ക് പോയില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ആ മാർക്ക് അവിടെ സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എല്ലാം എഴുതി വെക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്ത ചോദ്യം, ഡാഷ് ആർ ദ യൂണിലാറ്ററൽ പേയ്മെന്റ്സ് ഫോർ വിച്ച് നോ സർവീസസ് ആർ റെൻഡേർഡ്. താഴെ പറയുന്നതിൽ ഏതാണ് യൂണിലാറ്ററൽ? യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 1 വേ പേയ്മെന്റ് ആണ് അല്ലേ? അപ്പം 1 വേ പേയ്മെന്റ് എന്ന് പറയുന്നത് അത് ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. ബാക്കി ഒന്നും 1 വേ പേയ്മെന്റ് അല്ല, 2 വേ പേയ്മെന്റ്സ് ആണ്. അടുത്ത ചോദ്യം, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു. NNP നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? GNP മൈനസ് ഡിപ്രീസിയേഷൻ. അത് ആദ്യത്തെ തന്നെ ആൻസർ ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആൻസർ ആണ്. GNP മൈനസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു NNP. വെരി ഈസി ക്വസ്റ്റ്യൻ. വിച്ച് മെത്തേഡ് മെഷേഴ്സ് നാഷണൽ ഇൻകം ത്രൂ ഫാക്ടർ പേയ്മെന്റ്സ്. ഫാക്ടർ പേയ്മെന്റുകളിലൂടെ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കളക്ട് ചെയ്യുന്ന ആ വഴീനെ എന്താണ്? അപ്പോൾ ഫാക്ടർ പേയ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ലാൻഡിനും ലേബറിനും ക്യാപിറ്റൽ നമ്മൾ K കൊണ്ടാട്ടോ കാണിക്കുക, ഓർഗനൈസറിനും ഒക്കെ കൊടുക്കുന്നത് അതാണ് ഫാക്ടർ പേയ്മെന്റ്സ്. അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ്? ഇൻകം മെത്തേഡ്, വരുമാന രീതി ഉപയോഗിച്ചാണ്. ഇൻ ഇന്ത്യ ദ മോസ്റ്റ് ഹൈലൈറ്റഡ് മെഷർ ഓഫ് നാഷണൽ ഇൻകം. ഇത് മിക്ക കുട്ടികൾക്കും തെറ്റുന്ന ആൻസർ ആണ് കേട്ടോ. മക്കളെ ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് NNP-FC ആണ്. എന്നാൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത മെഷർ എന്ന് ചോദിക്കുകയാണ്, മോസ്റ്റ് ഹൈലൈറ്റഡ് മെഷർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് GDP-MP ആണ്. GDP-FC ആയിരുന്നു പാസ്റ്റ് മെഷർ, GDP-FC ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കറണ്ട് മെഷർ എന്ന് പറയുന്നത് GDP-MP ആണ്. അപ്പം GDP-FC എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹൈലൈറ്റ് ചെയ്തത്, പക്ഷെ ഇത് പാസ്റ്റ് മെഷർ ആയിരുന്നു. ഇപ്പം കറണ്ട് മെഷർ എന്ന് പറയുന്നത് GDP-MP ആണ്. ഇനി അതേപോലെ തന്നെ പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഈ 3 മെത്തേഡിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് GDP-MP ആണ്. അല്ലാതെ NNP-FC അല്ല, GDP-MP ആണ്. ക്ലിയർ ആയോ? നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അത് NNP-FC ആണ്. ഇന്ത്യയിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത നാഷണൽ ഇൻകത്തിന്റെ മെഷർ എന്ന് പറയുന്നത് അത് GDP-MP ആണ്. GDP-FC ആയിരുന്നു
പാസ്റ്റ് മെഷർ, കറണ്ട് മെഷർ എന്ന് പറയുന്നത് GDP-MP ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് എ സ്റ്റോക്ക് വേരിയബിൾ എന്നാണ് പറയുന്നത്. ശേഖരം ഏതാണ്? ഇതിൽ ശേഖരം എന്ന് പറയുന്നത് വെൽത്ത്, സമ്പത്താണ്. സിമ്പിൾ. ഡിഫറൻസ് ബിറ്റ്വീൻ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഡിപ്രീസിയേഷൻ. GDP-MP മൈനസ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് NDP-MP ആണ്. ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ എഴുതി നോക്കിയിട്ട് ചെയ്യാം ഇങ്ങനത്തെ ചോദ്യങ്ങൾ. ഇങ്ങനെ കണക്ക് കൂട്ടി ഇങ്ങനെ ആലോചിച്ച് പോരുത്, എഴുതി നോക്കി ചെയ്യാം. അടുത്ത ചോദ്യം, ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ്. ഈ ഫാക്ടർ കോസ്റ്റിനോട് നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിലേക്ക് പോകും? ബേസിക് പ്രൈസിലേക്ക് പോകും. ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് ബേസിക് പ്രൈസിലേക്കാണ് പോകുന്നത്. നെറ്റ് പ്രൊഡക്ഷൻ ടാക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് പ്രൈസിലേക്കാണ് പോകുന്നത്. അടുത്ത ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് ആണ്, പണവും ബാങ്കിങ്ങും. നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ 3rd ചാപ്റ്റർ ആണ്. അവിടെ ഫസ്റ്റ് ചോദ്യം, അറ്റ് ദ മിനിമം ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ദ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് കർവ് ഫോർ മണി ഈസ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും കുറഞ്ഞ മിനിമത്തിലേക്ക് ആകുന്ന സമയത്ത് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് എന്താകും എന്നാണ് നമ്മൾ പഠിച്ചത്? ഇൻഫിനിറ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആകും എന്നാണ് പഠിച്ചത്. ആൻസർ സി ആണ്. വളരെ സിമ്പിൾ. ഡാഷ് ഈസ് നോൺ ആസ് ദ അഗ്രിഗേറ്റ് മണി റിസോഴ്സസ്. ഏതാണ്? M1 ആണോ, M2 ആണോ, M3 ആണോ, M4 ആണോ? M3 ആണ്. M3 ആണ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സ് അല്ലെങ്കിൽ മണി റിസോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇൻ ഇന്ത്യ ദ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവീസ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് അത് കാനറ ബാങ്കോ SBO ഇന്ത്യൻ ബാങ്കോ ഒന്നും അല്ല, അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, RBI ആണ്. ബാങ്കേഴ്സ് ബാങ്ക്, ഗവൺമെന്റിന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മണി ഈസ്. മണിയുടെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് അത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. ബാക്കി എല്ലാം എന്താണ്? സ്റ്റോർ ഓഫ് വാല്യൂസ്, രണ്ടോ ഡിഫേർഡ് പേയ്മെന്റും ട്രാൻസ്ഫർ വാല്യൂ ഒക്കെ സെക്കൻഡറി ഫങ്ഷൻസ് ആണ്. പ്രൈമറി ഫങ്ഷൻസിലാണ് മെയിൻ ഫങ്ഷൻ ഉണ്ടാവുക. അതിലും പ്രൈമറി ഫങ്ഷൻസിലും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. അപ്പെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ, വളരെ സിമ്പിൾ, ഈസി ക്വസ്റ്റൻ, ഏതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം അല്ലെ. ഇന്ത്യയുടെ അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അടുത്ത ചോദ്യം, CRR റെഫേഴ്സ് ടു. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ക്യാഷ് കെപ്റ്റ് ബൈ ബാങ്ക്സ് വിത്ത് RBI, ക്യാഷ് കെപ്റ്റ് ബൈ ബാങ്ക്സ് വിത്ത് കസ്റ്റമേഴ്സ്, ക്യാഷ് കെപ്റ്റ് ബൈ പബ്ലിക് വിത്ത് ബാങ്ക്, ക്യാഷ് കെപ്റ്റ് ബൈ RBI വിത്ത് ബാങ്ക്. നമുക്ക് ഒന്നാമത്തെ ഈ ഓപ്ഷൻ, ഡി ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. കാരണം RBI ബാങ്കിൽ വെക്കുന്ന പൈസയല്ല CRR. ഇനി പബ്ലിക് ബാങ്കിൽ വെക്കുന്ന പൈസയല്ല, ഡെപ്പോസിറ്റുകളാണ്. ഇനി ക്യാഷ് കെപ്റ്റ് ബൈ ബാങ്ക് വിത്ത് കസ്റ്റമർ, ബാങ്ക് കസ്റ്റമറുമായിട്ട് കീപ്പ് ചെയ്യുന്ന പൈസ, അതുമല്ല. ഇതിൽ ഏറ്റവും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് A ആണ്. ക്യാഷ് കെപ്റ്റ് ബൈ ബാങ്ക്സ് വിത്ത് RBI. RBIയുമായിട്ട് ബന്ധപ്പെട്ട് പൈസ ബാങ്കിലേക്ക് വെക്കുകയാണ്. RBI പറഞ്ഞ അടിസ്ഥാനത്തിൽ CRR എത്ര ശതമാനമാണെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ബാങ്ക് പൈസ മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ബാങ്ക് വെക്കുന്നതാണ് RBI പറഞ്ഞിട്ട്, അല്ലാതെ RBI വെക്കുന്നതല്ല ബാങ്ക് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഡി ഓപ്ഷൻ തെറ്റായത്. വളരെ കുറച്ച് കൺഫ്യൂസിംഗ് ആയുള്ള ചോദ്യം തന്നെയാണ്. അറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിമാൻഡ് ഫോർ മണി. അതായത് ഏറ്റവും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയ സിറ്റുവേഷൻ ആണ്. നേരത്തെ നോക്കിയത് മിനിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ എല്ലാവരും ബോണ്ട് പർച്ചേസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബോണ്ട് പർച്ചേസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ഇറ്റ് കംസ് ഡൗൺ. എന്താ? ഡിമാൻഡ് ഫോർ മണി കുറയും. നമ്മൾ സ്പെക്കുലേഷൻ ചെയ്യാൻ എന്തുണ്ടാവില്ല? പൈസ ഉണ്ടാവില്ല. അടുത്ത ചോദ്യം, M1 ഈസ് ഈക്വൽ ടു കറൻസി പ്ലസ് DD അല്ലേ? CU പ്ലസ് DD അല്ലേ? DD എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. വെരി സിമ്പിൾ. ആൻ എക്കണോമിക് സ്റ്റേറ്റ് വെയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ ഡൺ ത്രൂ ട്രാൻസ്ഫർ ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ. അതായത് ഏതോ ഒരു എക്കണോമിക് സ്റ്റേറ്റിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ സാമ്പത്തിക ഇടപാടുകൾ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ഡിജിറ്റൽ ഇൻഫർമേഷൻ വഴിയാണെങ്കിൽ അത് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ അല്ലേ? ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല, അതിനെപ്പറ്റി ആലോചിക്കുക വേണ്ട കേട്ടോ. ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ആണ്. അടുത്തത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. വരുമാനം നിർണ്ണയിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നോക്കാം. ഇതിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ഒന്നെങ്കിൽ MPCയുടെ ഭാഗത്ത് നിന്ന്, ഇല്ലെങ്കിൽ ഓട്ടോണമസ് കൺസെപ്ഷന്, അല്ലെങ്കിൽ നിങ്ങളോട് MPC കണ്ടുപിടിക്കാൻ. അങ്ങനത്തെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കുക. ഫസ്റ്റ് ചോദ്യം തന്നെ ദ വാല്യൂ ഓഫ് MPC പ്ലസ് MPS. APC പ്ലസ് APS ചെയ്താലും MPC പ്ലസ് MPS ചെയ്താലും കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പം ആൻസർ 1 ആണ്. അടുത്ത ചോദ്യം, ദ കൺസപ്ഷൻ ഫംഗ്ഷൻ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ. കൺസപ്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. B ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ.
ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റും ഇൻകവും അല്ലാതെ ഗവൺമെന്റ് സ്പെൻഡിങ്ങോ സേവിങ്ങോ ഇൻകോ കൺസപ്ഷനോ ഇൻകോ ഒന്നും അല്ല. എന്താണ് ഇൻവെസ്റ്റ്മെന്റും ഇൻകവും തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് അല്ലെങ്കിൽ ബന്ധമാണ് കാണിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഓട്ടോണോമസ് കൺസപ്ഷൻ? ഓട്ടോണോമസ് കൺസപ്ഷനുമായിട്ട് താഴെ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? വായിച്ചു നോക്കാം. അറ്റ് സീറോ ലെവൽ ഓഫ് ഇൻകം കൺസംഷൻ ഈസ് നെഗറ്റീവ്. സീറോ ലെവൽ ഓഫ് ഇൻകം കൺസപ്ഷൻ നെഗറ്റീവ് ആണോ? അല്ല. അറ്റ് സീറോ ലെവൽ ഓഫ് ഇൻകം കൺസപ്ഷൻ ഈസ് പോസിറ്റീവ് അല്ലേ? അപ്പൊ എന്താ ആൻസർ? ബി ആണ് ആൻസർ. ബാക്കി രണ്ടെണ്ണം വായിച്ചു നോക്കണം. അറ്റ് സീറോ ലെവൽ ഓഫ് ഇൻകം കൺസപ്ഷൻ സീറോ, തെറ്റാണ്. നൺ ഓഫ് ദി അബവ്. എന്താണ്? നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമ്മൾ സാധനങ്ങൾ വാങ്ങും. ആ ഒരു കൺസെപ്ഷനെയാണ് ഓട്ടോണോമസ് കൺസെപ്ഷൻ, അതായത് സി ബാർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അറ്റ് സീറോ ലെവൽ ഓഫ് ഇൻകം കൺസെപ്ഷൻ വിൽ ബി പോസിറ്റീവ്. അടുത്ത ചോദ്യം, സി ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ. അതാണ് കൺസെപ്ഷൻ ഫംഗ്ഷന്റെ ഇക്വേഷൻ. അതിൽ സി ബാർ എന്തിനാ കാണിക്കുന്നത്? വെരി ഈസി ഇക്വേഷൻ, ദാറ്റ് ഇസ് ഓട്ടോണോമസ് കൺസെപ്ഷൻ ആണ്. അടുത്ത ചോദ്യം, ഓട്ടോണോമസ് കൺസെപ്ഷനെ ചുറ്റിപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓട്ടോണോമസ് കൺസെപ്ഷൻ വെൻ ഇൻകം ഈസ് സീറോ. ഓട്ടോണോമസ് കൺസെപ്ഷൻ ഇൻകം സീറോ ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. അടുത്ത ചോദ്യം കണ്ടോ, നമ്മുടെ ഓട്ടോണോമസ് കൺസെപ്ഷൻ ആണ്. പോസിറ്റീവ് കൺസെപ്ഷൻ അറ്റ് സീറോ ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം സീറോ ആയാലും അവിടെ പോസിറ്റീവ് കൺസെപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഓട്ടോണോമസ് കൺസെപ്ഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ദ വാല്യൂ ഓഫ് MPC ലൈസ് ബിറ്റ്വീൻ. MPCയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെയാണ്? 0 മുതൽ 1 വരെയാണ് MPCയുടെ വാല്യൂ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം കോറിലേഷൻ എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. കോറിലേഷന്റെ വാല്യൂ -1 മുതൽ +1 വരെയാണ്. അത് ആലോചിച്ചിട്ട് ഇവിടെ ആരും -1 മുതൽ +1 വരെ എന്ന് എഴുതി വെക്കരുത്. ആൻസർ 0 to 1 ആണ്. അടുത്ത ചോദ്യമല്ല, അടുത്ത ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കോണമി, ഗവൺമെന്റിന്റെ ധർമ്മങ്ങളും വ്യാപ്തിയും നോക്കാം. 1ാമത്തെ ചോദ്യം, ബഡ്ജറ്റ് ഇൻ വിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ഗവൺമെന്റ് റവന്യൂ. എക്സ്പെൻഡിച്ചർ ആണ് കൂടുതൽ റവന്യൂവിനേക്കാളും. അത് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണ് അല്ലെ? സിമ്പിൾ. റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് റവന്യൂ നോൺ ടാക്സ് റവന്യൂ ആണ്. ഇവിടെ ആൻസർ ടാക്സ് റവന്യൂ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ ഉണ്ട്. ബാക്കിയൊക്കെ എന്താണ്? ഇതൊക്കെ ക്യാപിറ്റൽ റെസിപ്റ്റുകളാണ് അല്ലെ? ബോറോയിങ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ആദ്യം മനസ്സിലാക്കേണ്ടത് റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അസറ്റുകൾ കൂട്ടുന്ന ഒരു റെസിപ്റ്റ് ആണ് റവന്യൂ റെസിപ്റ്റ്. ഓക്കെ, അങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് മീൻ. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്താ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ് ആണോ? റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ് ആണോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മൈനസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ? ടോട്ടൽ ഡെഫിസിറ്റ് മൈനസ് ക്യാപിറ്റൽ ഡെഫിസിറ്റ് ആണോ? നമുക്കറിയാം ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഡെഫിസിറ്റ് ആണ് അല്ലെ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ടോട്ടൽ റെസിപ്റ്റ് ആണ്. ഇവിടെ ബോറോയിങ്സ് കൂട്ടുവോ? ഇല്ല, എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ് ആണ്. സോ ആൻസർ മക്കളെ എ ആണ്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ടാക്സ് റവന്യൂ? ഒരു നികുതി എന്ന് പറയുന്നത്, നികുതി വരുമാനം എന്ന് പറയുന്നത് താഴെ പറയുന്നവൽ ഏതാണ്? ഫീസ്, ഫൈന്, പ്രോഫിറ്റ് ഒന്നും നികുതിയിൽ നിന്നും കിട്ടുന്ന വരുമാനമല്ല അല്ലെ? നികുതിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് GST ആണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇഫ് MPC is 0.5, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടാക്സ് മൾട്ടിപ്ലയർ? നമുക്ക് കാൽക്കുലേറ്റർ വേണം. ടാക്സ് മൾട്ടിപ്ലയർ ആണ് ഇക്വേഷൻ. ടാക്സ് മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ നമുക്ക് വേണം. നമുക്ക് എഴുതാം. യെസ്, -C ഡിവൈഡഡ് ബൈ 1 - C ആണ് ടാക്സ് മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ. അപ്പോൾ -0.5 ഡിവൈഡ് ബൈ 1 - 0.5 0.5 എത്ര കിട്ടും? -1 അല്ലേ? അതെ, -0.5 ഒരു നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 അല്ലേ കിട്ടും. അപ്പൊ -0.5 ഡിവൈഡ് ബൈ 0.5 എന്ന് പറയുന്നത് അത് -1 ആണ്. പക്ഷെ ഇവിടെ ആൻസറിൽ 1 ഉണ്ടോ? ഇല്ല. -1 ഉണ്ടോ? ഇല്ല. അപ്പൊ എന്തോ ക്വസ്റ്റ്യനിൽ തെറ്റ് പറ്റിയതാണ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്ഷനിലേക്ക് ടിക്ക് ചെയ്യുക. അപ്പൊ 1 ടിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ വാല്യൂ ചെയ്ത് പോകും. ഓപ്ഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മലയാളം ഓപ്ഷനോട് വായിച്ച് നോക്കുക. മലയാളത്തിൽ ശരിയുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ മലയാളത്തിൽ ഏതാണോ ഓപ്ഷൻ ശരിയായിട്ടുള്ളത് അത് ടിക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആൻസർ ടിക്ക് ചെയ്ത് വെക്കുക. ഏറ്റവും അടുത്ത ആൻസർ ഇപ്പൊ 1 ആണ്. അപ്പൊ നിങ്ങൾ 1 ടിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെ തെറ്റ് പറ്റും. ഓപ്ഷനിൽ അങ്ങനെ തെറ്റ് വരുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ് പറ്റുന്നത്. വളരെ കുറവാണ്, റെയറാണ്. എന്നാലും അങ്ങനെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അപ്പൊ നിങ്ങൾ ചെയ്ത തെറ്റാണെന്ന് വിചാരിക്കും. -1 അത് ഓപ്ഷനില്ല, അപ്പൊ ഞാൻ ചെയ്ത തെറ്റാണ്, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്ത ആൻസർ ശരിയായിരിക്കും. ഇവിടെ -1 ആണ്. ഇപ്പൊ തൽക്കാലം ഇവിടെ -1 ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷന് -1 ഇട്ട് കൊടുക്കാം. നിങ്ങൾ പഠിച്ചു വെച്ചോ. -1 ആണ് ആൻസർ കിട്ടുക കേട്ടോ. ചെയ്യുന്ന വഴിയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. -C ഡിവൈഡ് ബൈ 1 - C ആണ്. C എന്ന് പറയുന്നത് MPC ആണ്. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. അടുത്തത്, ഐഡന്റിഫൈ ഇൻഡയറക്ട് ടാക്സ് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇൻഡയറക്ട് ടാക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകം ടാക്സും
പ്രൊഫഷണൽ ടാക്സും വെൽത്ത് ടാക്സും കസ്റ്റംസ് ഡ്യൂട്ടിയാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഇൻഡയറക്ട് ടാക്സ്. അടുത്ത ചോദ്യം, ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 1. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിന്റെയും അതേപോലെ ടാക്സ് മൾട്ടിപ്ലയറിന്റെയും സമ്മാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 - c ഡിവൈഡഡ് ബൈ 1 - c എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. ഇപ്പൊ ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയറിന്റെയും ടാക്സ് മൾട്ടിപ്ലയറിന്റെയും സമ്മാണ്. അത് എപ്പോഴും 1 ഈക്വൽ ആയിരിക്കും. അടുത്തത്, എ ഗുഡ് ദാറ്റ് ഇസ് നോൺ റൈവൽ ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ. അതായത് നോൺ റൈവൽ, കോമ്പറ്റീഷൻ ഇല്ല, എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആരെയും. അങ്ങനത്തെ ഗുഡ് എന്താണ്? അത് പബ്ലിക് ഗുഡാണ്. അതൊരിക്കലും പ്രൈവറ്റ് ഗുഡ് ആവില്ല അല്ലെ. നമുക്ക് ആരെയും ഇപ്പൊ ബാനാഞ്ചിറ പാർക്കിൽ വന്നിരിക്കണ്ട എന്നെനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അതൊരു പബ്ലിക് സ്പേസ് ആണ്, ആർക്ക് വേണമെങ്കിലും അവിടെ വന്നിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനത്തെ ഗവൺമെന്റിന്റെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, അതൊരു പബ്ലിക് ഗുഡാണ്. ആർക്ക് വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ആരെയും മാറ്റി നിർത്താൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ് ഈ ചാപ്റ്ററിലെ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെന്റ്സ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇറ്റ്സ് ടോട്ടൽ റെസീവ്ഡ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്. എക്സ്ക്ലൂഡിംഗ് ബോറോയിങ് എന്നൊക്കെ കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായത് എന്താണ്? ഫിസ്ക്കൽ ഡെഫിസിറ്റ് ആണെന്ന് മനസ്സിലായി. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യമല്ല, ചാപ്റ്ററിലേക്ക് പോകാം. ഓപ്പൺ എക്കോണമി, മാക്രോ എക്കണോമിക്സ്, തുറന്ന സമ്പദ് വ്യവസ്ഥ, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഒന്നാമത്തെ ചോദ്യം, the item which is not included in the capital account of balance of payment. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ആണ്, അതായത് പൈസയുടെ കളിയാണ് അവിടെ ഫുള്ളായിട്ട് നടക്കുന്നത്. അവിടെ സ്റ്റോക്ക്, ഈ മ്യൂച്വൽ ഫണ്ട്, ബോണ്ട്, മണി പോലത്തെ സാധനങ്ങളാണ്. അവിടെ ഒരിക്കലും ഗ്രാൻഡ് വരില്ല. അപ്പോൾ എന്താ ആൻസർ? ഗ്രാൻഡുകളാണ് ആൻസർ. അടുത്ത ചോദ്യം, റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ഗ്രേറ്റർ ദാൻ 1. ഒന്നിനേക്കാൾ കൂടുതലാണ് നമ്മൾ റിയൽ എക്സ്ചേഞ്ച് വെച്ച് ചെയ്യുമ്പോൾ പ്രോബ്ലത്തിൽ നിന്ന് ഒന്നിനേക്കാൾ കൂടുതലാണ് കിട്ടിയതെങ്കിൽ അതിനർത്ഥം എന്താണ്? അപ്പം അതിനർത്ഥം ഫോറിൻ രാജ്യത്താണ് ആ സാധനത്തിന്റെ വില കൂടുതൽ എന്നാണ് അർത്ഥം. ഒന്നിനേക്കാൾ കുറവാണ് കിട്ടിയതെങ്കിൽ നമ്മളറിയാം ഡൊമസ്റ്റിക് കൺട്രിയിലാണ് അതിന്റെ പൈസ കൂടുതൽ. ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ ഗുഡ്സ് എബ്രോഡ് ആർ മോർ എക്സ്പെൻസീവ്. എബ്രോഡ് ഉള്ള ഗുഡ്സ് ആണ് എക്സ്പെൻസീവ് എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ വിസിബിൾ ഐറ്റം. വിസിബിൾ എന്ന് പറയുന്നത് എന്താണ്? കാണാൻ പറ്റുന്നതാണ്. അപ്പൊ കാണാൻ പറ്റുന്ന ഐറ്റം എന്ന് പറയുന്നത് അത് ടൂറിസം അല്ല, സോഫ്റ്റ്വെയർ സർവീസ് അല്ല, റെമിറ്റൻസ് അല്ല, ഇമ്പോർട്ട് ഓഫ് മെഷീനറി ആണോ? ആണ്, ഇമ്പോർട്ട് ഓഫ് മെഷീനറി ആണ്. ഇനി ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി. ഒരു കറൻസിയുടെ മൂല്യം മറ്റൊരു കറൻസിയുടെ മൂല്യത്തിൽ പറയുന്നതിനെ നമ്മൾ വിളിക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ്. എ റൈസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് മീൻ, റൈസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, അതായത് എങ്ങനെയോ എക്സ്ചേഞ്ച് റേറ്റ് കൂടി എന്നാണ് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പം നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുകയാണ്. അപ്പോൾ അത് ഡിപ്രീസിയേഷൻ അല്ലേ? അപ്പോൾ ഡിപ്രീസിയേഷൻ ഓഫ് ഡൊമസ്റ്റിക് കറൻസിയാണ്. മനസ്സിലായോ? നമ്മുടെ ഫോറിൻ രാജ്യത്തെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് കൂടി. അപ്പോൾ $1 72 രൂപ ആയിരുന്നിടത്ത് നിന്ന് $1 80 രൂപയായിട്ട് കൂടിയെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഓപ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്രീസിയേഷൻ അല്ല, നമ്മുടെ രൂപയുടെ മൂല്യം കൂടിയതല്ല. അപ്പൊ മിസ്സിന് ബാക്കി 2 ഓപ്ഷൻ ഉണ്ടല്ലോ, വായിച്ചു നോക്കാം. ഫോൾ ഇൻ എക്സ്പോർട്ട്, എക്സ്പോർട്ട് കുറയോ? എക്സ്പോർട്ട് കൂടുകയല്ലേ ചെയ്യുക? അമേരിക്കക്കാരൻ ചിന്തിക്കുമ്പം ഇപ്പോൾ 80 രൂപയ്ക്ക് സാധനം കിട്ടും $1. നേരത്തെ 72 രൂപയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എക്സ്പോർട്ട് കൂടുക ചെയ്യുന്നത്. ഇവിടെ ഇമ്പോർട്ട് കൂടും എന്നാണ് ഡി ഓപ്ഷനിൽ. ഇമ്പോർട്ട് കൂടുവോ? ഇത്ര പൈസ കൊടുത്ത് വാങ്ങുവോ? ഇല്ല. അപ്പൊ 2 ഓപ്ഷനും കട്ടായി പോകും. ബി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അക്കൗണ്ട് റെക്കോർഡ് ഫോറിൻ ലോൺ ടേക്കൺ ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് എടുക്കുന്ന ഫോറിൻ ലോൺ, വിദേശ ലോണുകൾ, വിദേശ വായ്പകൾ എവിടെയാണ് കൊടുക്കുന്നത്? എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? അത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. വിദേശ ലോണുകളൊക്കെ എടുക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ്. മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിന്റെ വേറൊരു പേരെന്ന് പറയുന്നത് മക്കളെ ഡർട്ടി ഫ്ലോട്ടിംഗ് ആണ്. എന്താണ്? ഡർട്ടി ഫ്ലോട്ടിംഗ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കറണ്ട് അക്കൗണ്ട് ഓഫ് BOP. ബാലൻസ് ഓഫ് പേയ്മെന്റിലെ കറണ്ട് അക്കൗണ്ടിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? എക്സ്റ്റേണൽ ബോറോയിങ്, പർച്ചേസ് ഓഫ് അസറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇതൊന്നുമല്ല. ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസ് ഒക്കെയാണ് എവിടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? കറണ്ട് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ബാലൻസ് ഓഫ് പേയ്മെന്റ് റെക്കോർഡ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു റെക്കോർഡാണ്. അതിനകത്ത് ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് നടത്തുന്ന എല്ലാ മോണിറ്ററി ട്രാൻസാക്ഷന്റെയും ഒരു റെക്കോർഡാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ സി ആണ്. എക്കണോമിക് ട്രാൻസാക്ഷൻസ് വിത്ത് റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഒള്ളി വിസിബിൾ ട്രേഡ് ആണോ? അല്ല, ഇൻവിസിബിൾസും ഉണ്ട്. ഒള്ളി ഇമ്പോർട്ട് ആണോ? അല്ല, എക്സ്പോർട്സും ഉണ്ട്. ഒള്ളി എക്സ്പോർട്സ് ആണോ? അല്ല, ഇമ്പോർട്ട്സും ഉണ്ട്. സോ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, വെൻ
ഇമ്പോർട്ട്സ് ആർ ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്. ഇമ്പോർട്ടാണ് എക്സ്പോർട്ടിനേക്കാളും കൂടുതലെങ്കിൽ അതെന്ന് പറയുന്നത് ട്രേഡ് ഡെഫിസിറ്റ് അല്ലേ? ഒരു രാജ്യത്ത് വ്യാപാര കമ്മി ഉണ്ടായി എന്നല്ലേ എൻ്റെ അർത്ഥം? ആണ്. എന്താ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് കൂടുതലാണ് എക്സ്പോർട്ടിനേക്കാളും. എന്താ ട്രേഡ് ബാലൻസ്? ഇമ്പോർട്ടും എക്സ്പോർട്ടും സെയിം ആണ്. എന്താ ട്രേഡ് സർപ്ലസ്? എക്സ്പോർട്ട് കൂടുതലാണ് ഇമ്പോർട്ടിനേക്കാളും. ഇനി ഏറ്റവും ലാസ്റ്റ് ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ദ ടേം ഡീവാലുവേഷൻ ഓഫ് കറൻസി ഈസ് അസോസിയേറ്റഡ് വിത്ത്. കറൻസി ഡീവാലുവേഷൻ എന്ന് പറയുന്നത് എന്താ? എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട്, വിനിമയ നിരക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടേം ആണ്. അവിടെ ഇൻട്രസ്റ്റ് റേറ്റും സേവിങ്സ് റേറ്റും ബാങ്ക് റേറ്റും ഒന്നും അല്ല. എന്താ ആൻസർ? എക്സ്ചേഞ്ച് റേറ്റ് ആണ് ആൻസർ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഏകദേശം അറൌണ്ട് 50 to 60 റേഞ്ചിലുള്ള MCQs ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് MCQs നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് എത്രാം തീയതിയാണ് നമുക്ക് എക്സാം എന്ന് പറയുന്നത്? 19-ാം തീയതിയാണ് നമുക്ക് എക്സാം. 19-ാം തീയതി അധികം സമയമില്ല. വേഗം തന്നെ പഠിച്ച് തുടങ്ങി റിവിഷൻ കഴിഞ്ഞിരിക്കണം. അപ്പൊ മക്കളെ എല്ലാവിധ സപ്പോർട്ടുമായിട്ട് സൈലം ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലേക്ക് ചോദിക്കാം. മിസ് അതിനൊക്കെ റിപ്ലൈ തരാം കേട്ടോ. മിസ് എല്ലാ കമന്റ്സും കാണുന്നുണ്ട്. അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. ഓൾ ദി ബെസ്റ്റ്.